ചിലപ്പോൾ ചിലർ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, നല്ല ഒരു ചായ പോലും നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. സത്യത്തിൽ ചോദിക്കുന്നവർക്കറിയില്ല, ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമാണ് നല്ല ഒരു ചായ. എപ്പോൾ ചായപ്പൊടി ഇടണം, എത്ര നേരം ചായപ്പൊടി തിളയ്ക്കണം, ഇതൊക്കെ പ്രധാനമാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ ചായയാണ്, കേരള ടീ. അപ്പൊ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ചായ പാലിലേക്കാണോ ഒഴിക്കേണ്ടത് അതോ പാല് ചായയിലേക്കാണോ ഒഴിക്കേണ്ടത്, ഈ കുക്കിംഗ് ടിപ്സ് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഞാനിപ്പോൾ 3 കപ്പ് ചായയാണ് തയ്യാറാക്കുന്നത്. അതിന് ചായ ഈസ്റ്റു പാല് റേഷ്യോ എന്ന് പറയുന്നത് 2 കപ്പ് ചായക്ക് 1 കപ്പ് പാൽ എന്നുള്ളതാണ്. ഈ ചൂടുവെള്ളം ഇത് 2 കപ്പാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ തിളച്ച് കുറച്ച് ആവിയായിട്ട് പോകുന്നത് കൊണ്ട് ഒരു 1/4 കപ്പ് കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. ചായ 3 കപ്പ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ നേരം 3 കപ്പ് ഉണ്ടാവില്ല, ഒരു ശകലം കുറവ് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കിടിലൻ ചായ ഉറപ്പാണ്, അത് എൻ്റെ ഗ്യാരണ്ടി. അടച്ചു വെച്ചാൽ വേഗം ചായ വെള്ളം തിളയ്ക്കും. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്, അതാണ് ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തിളയ്ക്കുമ്പോഴാണ് ചായക്കകത്ത് പൊടിയിടേണ്ടത്. ഇനി ചായപ്പൊടി ഇടേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ആണ്. 1/2 ടേബിൾ സ്പൂൺ ആണ് 1 കപ്പ് ചായക്ക് നമുക്ക് വേണ്ടത് ചായപ്പൊടി. അപ്പൊ ഈ 3 കപ്പിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വെച്ച് 3 സ്പൂൺ ഇടണം. അപ്പൊ തിളയ്ക്കുന്നത് കണ്ടോ? ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ആ സൈഡിൽ ചായപ്പൊടി പറ്റിപ്പിടിച്ചിരുന്നാൽ ചായയിൽ നിന്ന് ആ ചായപ്പൊടിയിൽ നിന്നും ചായയുടെ രുചി ഇറങ്ങത്തില്ലല്ലോ. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒരു 45 സെക്കൻഡ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പൊ അതേ തന്നെ വെച്ചിരുന്നാൽ പിന്നെയും അത് തിളയ്ക്കും. അതുകൊണ്ട് ഞാൻ ആ ചൂട് സ്റ്റൗവിൽ നിന്ന് മാറ്റുകയാണിത്. അത് മാറ്റുകയും ഇത് അടച്ചു വെക്കുകയും കൂടെ ഒന്ന് വേണം, അപ്പോഴത്തേനും അതിൻ്റെ പൊടി താഴും. ഇനി നമുക്ക് ചായ കൂട്ടാനായിട്ട് നമ്മൾ ആദ്യം പാലാണ് ഒഴിക്കേണ്ടത്. തിളപ്പിച്ച പാല് നമുക്ക് അരിച്ചൊഴിക്കാം. നിങ്ങൾ പഞ്ചസാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് പാലിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. ഇല്ലാത്തവരാണെങ്കിൽ അത് വേണ്ട. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് 1 കപ്പിന് വേണ്ടത്. അപ്പം 1/2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ് 1 കപ്പ് ചായക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതിനകത്ത് വെച്ച് തന്നെ ഒന്ന് കലക്കണം. ഇനി മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുക. കുറച്ച് വേണ്ടിയവരാണെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുക. കാര്യം ചൂട് ചായ നമുക്കങ്ങ് ഒഴിച്ചാൽ ആ ചൂട് പിന്നെ പോകാതിരിക്കും. ചായയും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി കഴിഞ്ഞാൽ അങ്ങ് തണുത്തു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചായയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ചായ അടിക്കുന്ന വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിക്കാം. പാലിനും ചായക്കും 2 അരിപ്പ ഉണ്ടെങ്കിൽ നല്ലത്. ചായക്കറ പിടിച്ച് പെട്ടെന്ന് ഈ അരിപ്പ അങ്ങ് അഴുക്കാകുന്നത് കൊണ്ട് അത് തന്നെ പാലിന് ഉപയോഗിക്കാതെ വേറൊരു അരിപ്പയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എപ്പോഴും പാലിലേക്ക് ചായ ഒഴിക്കുക, തിരിച്ചും ഒഴിക്കാം. 250 ml കപ്പാണ് ഞാൻ പറഞ്ഞത്. ഇനി ചായ കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ ഇതേ അളവിൽ തന്നെ ചായ ചെയ്തതിന് ശേഷം ചെറിയ കപ്പിൽ കൊടുത്താൽ മതി. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം വേണ്ട, ഒരു 1, 2 അല്ലെ 3 പ്രാവശ്യം മതി. അപ്പോൾ ചായ തയ്യാറാക്കുന്നത് പല കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ്. എത്രമാത്രം ചായപ്പൊടി, എത്രമാത്രം പഞ്ചസാര, അതെപ്പോൾ ചേർക്കണം, വെള്ളം എങ്ങനെ തിളയ്ക്കുമ്പോൾ ചേർക്കണം, പാലിലോട്ടാണോ ചായയിലേക്കാണോ ഇത് ഒഴിക്കേണ്ടത്, ഇതെല്ലാം പ്രധാനമാണ്. ഒഴിക്കുമ്പോൾ ഇച്ചിരി ഉയരത്തിൽ നിന്നും ഒഴിക്കുക. നിങ്ങൾ ഇതുവരെയും ചായ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ചായക്ക് എപ്പോഴും ആ ഫ്രഷ് ടേസ്റ്റ് വേണമെങ്കിൽ വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ മാത്രം ചായപ്പൊടി ഇടുക. 1 മിനിറ്റിൽ താഴെ അത് തിളയ്ക്കാവൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ചായ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.